വെൽക്കം ടു ഇംബൽസ്. നമ്മൾ നോക്കാൻ പോകുന്ന പ്രിൻസിപ്പിൾ ഓഫ് ഫോർമുലേഷൻ ആൻഡ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ്. നമ്മൾ ഇതിൽ തരുന്ന കുറേ സ്കിൻ കെയർ പ്രൊഡക്ട്സ് നമ്മൾ പഠിക്കുന്നുണ്ടാവും. അതിന് ബേസിക് കാര്യങ്ങളാണ്. സോ സ്കിൻ കെയർ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. നമ്മൾ ഡയറക്റ്റ്ലി സ്കിന്നിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിനകത്ത് ഒരു വെഹിക്കിൾ ഉണ്ടായിരിക്കും, ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റിനെ കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ ഇത് ഹോൾഡ് ചെയ്ത് നിർത്താൻ ഒരു വെഹിക്കിൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ സൺസ്ക്രീൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആൻറ്റി ആഗ്നെ പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, എല്ലാം ക്രീം ബേസ് ആണെങ്കിൽ പോലും അതിനൊരു വെഹിക്കിൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി കാറ്റഗറി ഓഫ് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണെങ്കിൽ ഡ്രഗ് ആണ് ഫസ്റ്റ് വരുന്നത്. അതായത് ഇപ്പോൾ അസുഖങ്ങൾ ഒഴിവാക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുവാണ് മുറിവ് ഉണക്കുന്നതാണ് എന്ന് പറയുവാണെങ്കിൽ അത് ഡ്രഗ്സ് ആയിരിക്കും. ഇനി കോസ്മെറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്യൂട്ടിഫൈ ചെയ്യുക അല്ലെങ്കിൽ അപ്പിയറൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഡ്രഗ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രിവെൻറ്റ് ഡിസീസും, കോസ്മെറ്റിക് ആണെങ്കിൽ ബ്യൂട്ടിഫൈയും, ആൻഡ് കോസ്മെസ്യൂട്ടിക്കൽസ് ആണ് എന്നുണ്ടെങ്കിൽ സ്കിന്നിനെ എൻഹാൻസ് ചെയ്യുന്നു, ഫങ്ഷൻസിനെ എൻഹാൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത് കേട്ടോ. ഇനി സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് നോർമൽ സ്കിൻ ടൈപ്പ് ഉണ്ട്, ഡ്രൈ ഉണ്ട്, ഓയിലി ഉണ്ട്, കോമ്പിനേഷൻ ഉണ്ട്, സെൻസിറ്റീവ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ് ഓരോ സ്കിന്നിൻ്റെ ടെക്സ്ചർ എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ തന്നെ അറിയണ്ടായിരിക്കും. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ് വാഷ് ആണ്. ഫേസ് വാഷ് എന്താ ചെയ്യുന്നത്? നമ്മുടെ മുഖം വൃത്തിയാക്കുവാണ് ചെയ്യുക, കോംപ്ലക്ഷൻ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യും, സ്കിന്നെ റിജുനേറ്റ് ചെയ്യും, എക്സസ് ആയിട്ടുള്ള ഓയിലിനെ കൺട്രോൾ ചെയ്യും, ബ്രൈറ്റ് ആക്കുന്നു. അത് മാത്രമല്ല ഒരു റേഡിയൻ്റ് അപ്പിയറൻസ് തരുന്നു, മൊത്തത്തിലൊരു വൃത്തി തരുന്നു എന്നുള്ളതാണ് അല്ലേ. സോ നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. സോ നമുക്ക് പ്രിസർവേറ്റീവ് എടുക്കുക, പ്രൊപ്പൈൽ ഗ്ലൈക്കോൾ എടുക്കുക, ആൻഡ് കുറച്ച് SLS എടുക്കുക. അത് എന്ത് ചെയ്യുക? വെള്ളത്തിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം കാർബോൾ 940 ഗ്രാജുവലി സ്റ്റിർ ചെയ്ത് ആഡ് ചെയ്ത് ജെല്ലായിട്ട് ഫോം ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് രണ്ടാമത്തെ കേസിൽ ജെല്ല് ഉണ്ടാക്കി അതിനുശേഷം ഹെർബൽ എക്സ്ട്രാക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ട്രൈ എത്തനോലമൈൻ എന്ത് ചെയ്യുക? ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുക. അങ്ങനെ pH അഡ്ജസ്റ്റ് ആവുകയും അങ്ങനെ ഒരു ജെല്ല് ഫോർമേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിപ്പറേഷൻ. ഇനി പ്രിപ്പറേഷനകത്ത് ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഓരോ പർപ്പസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പഠിക്കുന്ന സമയത്ത് ഓരോന്നും എങ്ങനെയാണ്, അതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ്, പർപ്പസ് എന്താണെന്നുള്ളത് പഠിക്കുക. താഴെ തന്നെ എഴുതി പഠിച്ചു പോകാം കേട്ടോ. എത്തനോളിക് എക്സ്ട്രാക്ട് ഓഫ് ലെമൺ ഉണ്ട്, അപ്പോൾ അത് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. എക്സ്ട്രാക്ട് ഓഫ് നീം ആൻറ്റി ബാക്ടീരിയൽ, പിന്നെ എത്തനോളിക് എക്സ്ട്രാക്ട് ഓഫ് ആലോവേറ, അതൊരു കൂളിംഗ് സൂത്തനിങ് മോയ്സ്ചറൈസിങ് എഫക്റ്റ് ആണ്. ആൻഡ് എത്തനോളിക് എക്സ്ട്രാക്ട് ഓഫ് ടേമറിക് ഉണ്ട്, അത് ആൻറ്റിസെപ്റ്റിക്, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, എല്ലാം എത്തനോളിക് എക്സ്ട്രാക്റ്റ് ആണ്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, ഡയറക്റ്റ്ലി നമ്മളിലേക്ക് അപ്ലൈ ചെയ്യില്ല. ആൻഡ് കാർബോൾ ഉണ്ട്, മീഥൈൽ പാരബിൻ, പ്രൊപ്പൈൽ പാരബിൻ, ട്രൈ എത്തനോലമൈൻ, പ്രൊപ്പൈൽ ഗ്ലൈക്കോൾ, സോഡിയം ലൊറൈഡ് സൾഫേറ്റ്, ഡിസ്റ്റിലേഷൻ വാട്ടർ. അതായത് സോഡിയം ലൊറൈഡ് സൾഫേറ്റ് ഒക്കെയാണ് ആ ഫോമിംഗ് ഏജന്റ് കൊടുക്കുന്നത്. നമുക്ക് ആ ഒരു ഫേസ് വാഷ് പത കിട്ടുന്നതിന് കാരണം അത് തന്നെയാണ്. ട്രൈ എത്തനോലമൈൻ ആണ് pH ബാലൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. പ്രൊപ്പൈൽ പാരബിൻ ആൻറ്റി ഫംഗൽ പ്രിസർവേറ്റീവ് ആണ്, മീഥൈൽ പാരബിനും ആൻറ്റി ഫംഗൽ പ്രിസർവേറ്റീവ് ആണ്. ഈ കോസ്മെറ്റിക്സ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും ഈ പ്രിസർവേറ്റീവ്സും ആൻറ്റി ഫംഗൽ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് സംഭവിക്കും? ഇത് നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമ്മൾ എന്തൊക്കെ ഇവാലുവേഷൻ പാരാമീറ്റേഴ്സ് ആണ് നോക്കുന്നത്? എന്തൊക്കെ നമ്മൾ ഇവാലുവേറ്റ്? കളർ, ഓർഡർ, കൺസിസ്റ്റൻസി, വിസ്കോസിറ്റി, സ്പ്രെഡബിലിറ്റി, വാഷബിലിറ്റി, ഫോമബിലിറ്റി, ഗ്രിറ്റ്നെസ്, ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ക്വാളിഫൈ ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതൊരു പ്രോപ്പർ ഫേസ് വാഷ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ ക്ലീൻ ചെയ്യുക, റിജുനേറ്റ് ചെയ്യുക, കോംപ്ലക്സ് എന്ത് ചെയ്യുക, നല്ല ഭംഗിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയുന്ന മോയ്സ്ചറൈസിങ് ക്രീമാണ്. സോ മോയ്സ്ചറൈസിങ് ക്രീം എന്തിനാണ് ചെയ്യുന്നത്? റീഹൈഡ്രേറ്റ് ചെയ്യുക, മോയ്സ്ചർ ലോക്ക് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. സ്കിന്ന് സോഫ്റ്റ് ആക്കി, ഫ്ലെക്സിബിൾ ആക്കി, സ്മൂത്ത് ആക്കി എടുക്കുകയാണ് ചെയ്യുക. ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ സ്റ്റിയറിക് ആസിഡ്, മിനറൽ ഓയിൽ, ലെനോളിക്, ഗ്ലിസറൈൽ മോണോസ്റ്റിറേറ്റ്, ഐസോപ്രോപ്പൈൽ മിസ്റ്റേറ്റ്, ഗ്ലിസറിൻ, പ്രൊപ്പൈൽ ഗ്ലൈക്കോൾ, ട്രൈ എത്തനോലമൈൻ, വാട്ടർ, പെർഫ്യൂം ആൻഡ് പ്രിസർവേറ്റീവ് ആണുള്ളത്. സോ ഇതിനകത്ത് ഓരോന്നിൻ്റെയും ഫോർമുലേഷൻസ് പഠിക്കുക, എത്രയാണ് ക്വാണ്ടിറ്റി എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? അക്വസും ഓയിൽ ഫേസും സെപ്പറേറ്റ് ആയിട്ട് ഹീറ്റ് ചെയ്യുക അറ്റ് സെയിം ടെമ്പറേച്ചർ. അതിനുശേഷം നമ്മൾ ഹോമോജിനസ് ആയിട്ട് ഈ രണ്ട് സാധനം നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒന്ന് തണുത്തൊരു 35 ഡിഗ്രി സെൽഷ്യസിലേക്ക് വന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ പെർഫ്യൂം ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ പെർഫ്യൂം ആഡ് ചെയ്യില്ല, കാര്യം പെർഫ്യൂം ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് വോളറ്റൈലാണ് എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? ചൂട് കാരണമൊക്കെ പൊങ്ങിപ്പോകും. സോ നമ്മളൊരു റൂം ടെമ്പറേച്ചറിലൊക്കെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പെർഫ്യൂം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ സ്കിൻ്റെ പ്രോബ്ലം ഒഴിവാക്കാൻ പറ്റും. ആ ഒരു ഫ്രഗയിൽ, അത് നമ്മൾ മുഖമൊക്കെ ഇങ്ങനെ ഫ്ലേക്കി ആയിട്ടിരിക്കില്ല, അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. സ്കിന്ന് യങ്ങായിട്ടിരിക്കും, നോൺ റിട്ടൻറ്റ് ആൻഡ് നോൺ ഗ്രീസി ആയിരിക്കണം. ആൻഡ് ഈസി ടു അപ്ലൈ ടു ആൻഡ് വാഷ്. നമ്മൾ പെട്ടെന്ന് അപ്ലൈ ചെയ്ത് നമുക്ക് പെട്ടെന്ന് കഴുകിക്കളയാനും പറ്റുന്നതാണ് ബേസിക്കലി മോയ്സ്ചറൈസ് ക്രീം. ഡിസഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ ലോ സ്റ്റെബിലിറ്റി ആണ്. ഓയിൽമെൻറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുന്നതിനേക്കാൾ ലോ സ്റ്റെബിലിറ്റി ആണ്. കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഡ്രഗ് ഒന്നും അങ്ങനെ എന്തില്ല
പെർമിയബിൾ അല്ല എന്നുള്ളതാണ്. ആൻഡ് അലർജിക് റിയാക്ഷൻ ഉണ്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് വരാറുണ്ട്. ഇത്രയേ ഉള്ളൂ. റീഹൈഡ്രേറ്റ് ചെയ്യുക, സോഫ്റ്റ് ആക്കി വെക്കുക, ഫ്ലെക്സിബിളും അക്വസും ഉണ്ട് ഓയിലും ഉണ്ട്, രണ്ടും കൂടെ സെപ്പറേറ്റ് ആയിട്ട് ചൂടാക്കുക, ഒരുമിച്ചാക്കുക, 35 പെർഫ്യൂം ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇനി കോൾഡ് ക്രീമാണ്. നമുക്കറിയാം, നമ്മൾ തുടങ്ങിയത് മുതലേ കോൾഡ് ക്രീം പഠിക്കുന്ന കാര്യമാണ് അല്ലേ. സോ മോയ്സ്ചറൈസിങ്, ക്ലെൻസിങ് ആൻഡ് മേക്കപ്പ് റിമൂവലിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോൾഡ് ക്രീം. വാട്ടർ ഇൻ ഓയിൽ എമൽഷൻ ആണ്. സോ ഇൻഗ്രീഡിയൻറ്റ് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. മിനറൽ ഓയിൽ, ബീസ് വാക്സ്, ബൊറാക്സ്, വാട്ടർ, പ്രിസർവേറ്റീവ്, പെർഫ്യൂം. അതിൻ്റെ ഓരോ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. മിനറൽ ഓയിൽ ആണെങ്കിൽ ഇമോലിയൻറ്റ്, ബീസ് വാക്സ് ആണെങ്കിൽ തിക്കനിങ് ആൻഡ് എമൽസിഫയർ, ബൊറാക്സ് ആണെങ്കിൽ എമൽസിഫൈങ് ആൻഡ് വൈനർ, വാട്ടർ ആണെങ്കിൽ അക്വസ് ഫേസ്, പ്രിസർവേറ്റീവ് ആൻറ്റി മൈക്രോബൽ, പെർഫ്യൂം ആണെങ്കിൽ ഫ്രേഗ്രൻസ്. സോ മിനറൽ ഓയിലും ബീസ് വാക്സും എന്താണ് നമ്മൾ ഓയിൽ ഫേസ് ആണ് 75°C ഹീറ്റ് ചെയ്യുക. ബൊറാക്സും വാട്ടറും 75°C അക്വസ് ഫേസ്, രണ്ടും കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യുക. 35°C പെർഫ്യൂം ആഡ് ചെയ്യുക. യൂസ് പറയുവാണെങ്കിൽ ഹെവി മോയ്സ്ചറൈസർ ഫോർ ഡ്രൈ സ്കിൻ ആണ്. മേക്കപ്പ് റിമൂവ് ചെയ്യാം, ഡ്രൈ ലിപ്സിൽ പോലും ആഡ് ചെയ്യാം. ഷേവിംഗ് ക്രീമിന് പകരമായിട്ട് എന്ത് ചെയ്യാം, കോൾഡ് ക്രീം യൂസ് ചെയ്യാം എന്നുള്ളതാണ്. സിമ്പിളാണ്, പക്ഷേ ഇത് ഉറപ്പായിട്ടും ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് കോൾഡ് ക്രീമും വാനിഷിംഗ് ക്രീമും. സോ നെക്സ്റ്റ് വൺ ഈസ് വാനിഷിംഗ് ക്രീമാണ്. ഓയിൽ ആൻഡ് വാട്ടർ എമൽഷൻ ആണ്. ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും ഉണ്ടാവില്ല, റെസിഡ്യൂൾസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതിനെ വാനിഷിംഗ് ക്രീം എന്ന് പറയുക. സോ കണ്ടിന്യൂസ് വാട്ടർ ഫേസ് ഇവാപ്പറേറ്റ് ലീവ് എ തിൻ ഫിലിം. അവിടെ നിന്ന് വെള്ളത്തിൻ്റെ ഫേസ് എല്ലാം പോയിട്ട് ഒരു തിൻ ഫിലിം വരുവാണ് ചെയ്യുക. ഇൻഗ്രീഡിയൻറ്റ് സ്റ്റീറിക് ആസിഡ് ആണ്, ഇമോലിയൻറ്റും എമൽസിഫയറും ആണ്. സീറ്റൽ സ്റ്റീറൽ ആൽക്കഹോൾ ഉണ്ട്, ഇമോലിയൻ്റ് ആണ്. ഐസോപ്രൊപ്പൈൽ മിസ്ട്രേറ്റ് ഉണ്ട്, നോൺ ഗ്രീസി ഇമോലിയൻറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആൽക്കലൈസിങ് ഏജൻറ്റ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൽക്കലൈസിങ് ഏജൻറ്റ്, ഗ്ലിസറോൾ ഹ്യൂമക്റ്റൻറ്റ്, വാട്ടർ, വെഹിക്കിൾ, പെർഫ്യൂം എല്ലാം അറിയാം. ഫ്രാഗ്രൻസും മൈക്രോബിയൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആൽക്കലി ഇൻ വാട്ടറിൽ വിത്ത് ഗ്ലിസറോൾ ആൻഡ് പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് 80°C ചൂടാക്കുക. ആൽക്കലി ഇൻ വാട്ടർ വിത്ത് ഗ്ലിസറോൾ ആൻഡ് പ്രിസർവേറ്റീവ് ഹീറ്റ് ടു 80°C. ഇനി മെൽറ്റ് ഓയിൽ ഫേസ് മെൽറ്റ് ചെയ്ത് ഹീറ്റ് ടു 75°C. അത് സ്റ്റീറിക് ആസിഡും സീറ്റൽ ആൽക്കഹോളും ഐസോപ്രൊപ്പൈൽ മിസ്ട്രേറ്റും കൂടെ എന്ത് ചെയ്യുക, നമ്മൾ ഹീറ്റ് ചെയ്ത് 75°C വെക്കാം. ഇനി രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, അജിറ്റേറ്റ് ചെയ്ത് ആഡ് ചെയ്യുക. 45°C കൂൾ ചെയ്ത് പെർഫ്യൂം ആഡ് ചെയ്ത് പയ്യെ നമ്മൾ എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക. ആൻഡ് ഒരു രാത്രി ഫുള്ള് വെച്ചിരിക്കുക. അതിനുശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ലെസ് ഗ്രീസിയാണ്, മോർ അക്സെപ്റ്റബിൾ ആണ്, നമുക്ക് പെട്ടെന്ന് വാഷബിൾ ആണ്, കൂളിംഗ് എഫക്റ്റ് ഉണ്ടാകും. വെള്ളം ഇവാപ്പറേറ്റ് ആയി പോയിട്ട് കൂളിംഗ് എഫക്റ്റ് ഉണ്ടായിരിക്കും. അത് മാത്രമല്ല ബെറ്റർ പേഷ്യൻ്റ് കംപ്ലയിൻസ് ആണ്. ഇത്രയേ ഉള്ളൂ. നമുക്കൊരു വാട്ടർ ഫേസ് ഉണ്ട്, അത് മാത്രമല്ല ഓയിൽ ഫേസും ഉണ്ട്. രണ്ടും കൂടെ സെപ്പറേറ്റ് ആണ്. 80-75 എന്ന രീതിയിലായിരിക്കും. ഒരുമിച്ച് മിക്സ് ചെയ്യുന്നു ആൻഡ് 45°C കൂൾ ഡൗൺ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഡിസഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ നമുക്ക് ഉള്ളിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, പ്രിസർവേറ്റീവ് ആവശ്യമാണ്. ചില സമയത്ത് ഓയിൽ റാൻസ്ഡ് ആയിപ്പോവും, കാറിപ്പോവും കേട്ടോ, കേടായി പോകാറുണ്ട്. സോ ഇവാലുവേഷൻ pH ഡിറ്റർമൈൻ ചെയ്യണം. വിഷ്വൽ അപ്പിയറൻസ്, വിസ്കോസിറ്റി, സ്പ്രെഡബിലിറ്റി, തെർമൽ ബിഹേവിയർ, സ്റ്റേബിൾ ടെസ്റ്റിംഗ്, ആസിഡ് സപ്പോണിഫിക്കേഷൻ വാല്യൂ ആൻഡ് പ്രൈമറി സ്കിൻ ഇറിറ്റൻ. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ടെസ്റ്റുകളും നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇത് നമുക്ക് ടെസ്റ്റുകൾ നമുക്കങ്ങനെ വാരി വരച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഏതൊക്കെ ടെസ്റ്റുകളാണ് ഉള്ളത്, നമ്മൾ പഠിച്ചു വെക്കാം. നെക്സ്റ്റ് വൺ ഈസ് ആൻറ്റി പേഴ്സ്പിറൻറ്റ് ആൻഡ് ഡിയോഡ്രൻസ് ആണ്. സോ ഡിയോഡ്രൻറ്റ് എന്താണ്, നമ്മളെ ബോഡിയിൽ ആ ഒരു ബാക്ടീരിയൽ ബ്രേക്ക് ഡൗൺ കാരണം ഉണ്ടാവുന്ന സ്വെറ്റ് കാരണം ഉണ്ടാവുന്ന ഓർഡറിനെ ഒഴിവാക്കി കളയാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എവിടെ ആഡ് ചെയ്യുക, ആംപിറ്റ്, ഫീറ്റ്, ബോഡിയിലൊക്കെയാണ്. ആൻറ്റി പേഴ്സ്പിറൻറ്റ് ഓർഡറിനെയും സ്വെറ്റിനെയും ഒരുമിച്ച് കൺട്രോൾ ചെയ്യും. അതിനകത്ത് അലൂമിനിയം സോൾട്ട് ഉണ്ട്. അതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്വെറ്റ് ഗ്ലാൻഡിനെ ടെമ്പറലി ബ്ലോക്ക് ചെയ്യുന്നത്. ആരാണ്, അലൂമിനിയം സോൾട്ടാണ് നമ്മളെ സ്വെറ്റ് ഗ്ലാൻഡിനെ ടെമ്പറലി ബ്ലോക്ക് ചെയ്യുന്നത്. ആൻഡ് നോൺ ഇറിറ്റൻ്റ് ആണ്, നമ്മുടെ ക്ലോത്തിൽ സ്റ്റെയിൻ ഒന്നും ചെയ്യാൻ പാടില്ല. ആ ഒരു പെർഫ്യൂമിൻ്റെ മണം കിട്ടണം, പിന്നെ ആ ഒരു ഓർഡർ ഒഴിവാക്കണം. അതുമാത്രമല്ല ബാക്ടീരിയൽ ആക്ടിവിറ്റി ഒഴിവാക്കണം. സോ കമ്പോണൻറ്റ് ഓഫ് സ്വെറ്റ് എന്ന് പറഞ്ഞാൽ 99% വാട്ടറാണ്. നമ്മുടെ സ്വെറ്റിൽ എന്താണുള്ളത്, വെള്ളമാണുള്ളത്. ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, ലാക്റ്റിക് ആസിഡ് ഉണ്ട്, യൂറിയ ഉണ്ട്, അമോണിയ ഉണ്ട്, ആൻഡ് സ്ലൈറ്റ്ലി അസിഡിക് ആണ്. അപ്പോൾ ഈ ലാക്റ്റിക് ആസിഡും യൂറിയ അമോണിയ ഉള്ളത് കൊണ്ടാണ് അവിടെ ബാക്ടീരിയൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവുകയും ആ സ്മെല്ല് ഉണ്ടാവുകയും ചെയ്യുന്നത്. സോ എങ്ങനെയാണ് അലുമിനിയം സോൾട്ട് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ സ്വെറ്റ് ഗ്ലാൻസിൽ പോയിട്ട് ഒരു പ്ലഗ് ആവും, ജെൽ പ്ലഗ് ഫോം ചെയ്യുകയും അങ്ങനെ സ്വെറ്റ് കുറയ്ക്കുകയും ചെയ്യുന്നു. അതായത് ഇതിപ്പോൾ നമ്മുടെ സ്വെറ്റ് ഗ്ലാൻഡിലാണെങ്കിൽ ഇതിനകത്ത് പോയിട്ട് എന്തെങ്കിലും ബ്ലോക്ക് ചെയ്ത് നിർത്തും. അങ്ങനെ എന്ത് ചെയ്യില്ല, നമ്മൾ ഫർദർലി സ്വെറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. ഇനി ടൈപ്പ് ഓഫ് ആൻറ്റി പാസ്പിറൻറ്റ് തന്നെ നമുക്ക് എയറോസോൾസ് ഉണ്ട്. നമുക്ക് പ്രൊപ്പലൻറ്റോടെയും പ്രൊഡക്റ്റ് നമ്മൾ വെച്ചിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു വലിയ ടിന്നിനകത്ത് പ്രൊപ്പലൻ്റ് ആഡ് ചെയ്യും, നമ്മുടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്കിത് സ്പ്രേ അടിക്കുന്ന പോലെ അടിക്കാൻ പറ്റും. സ്റ്റിക്സ് ആണെങ്കിലോ നമ്മുടെ ഈ നിവിയയുടെയൊക്കെ ഉണ്ട് സ്റ്റിക്സ്, റോൾ ഓൺ സ്റ്റിക്സ് പോലത്തെ ഉണ്ട്, അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ ഇമോളിയൻറ്റും ഫ്രാഗ്രൻസും ആണുള്ളത്. സോ നമുക്ക് ഇൻഗ്രീഡിയൻസിൽ പൗഡർ ഫേസും ഉണ്ട്, ലിക്വിഡ് ഫേസും ഉണ്ട് കേട്ടോ. പൗഡർ ഫേസിലാണെങ്കിൽ അവിസൽ, ഇറ്റാലിക് ടാൽക്ക്, അൾട്രാ
ഫൈൻ AlCl2, ഡ്രൈ ഫ്ലോ സ്റ്റാർച്ച്, സിങ്ക് സ്റ്റീറിക്. ഇത് പൗഡർ ഫേസ് ആയിരിക്കും. ഇനി ലിക്വിഡ് ഫേസ് ഉണ്ട്, വോളറ്റിൽ സിലിക്കൺ, ഐസോപ്രോപ്പൈൽ മെസ്റ്റേറ്റ് ആൻഡ് പെർഫ്യൂം. ഇത്രയും ആയിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടാവുക കേട്ടോ. സോ ഇതാണ് ഇൻഗ്രീഡിയൻസ് പഠിക്കുക. സോ ക്രീംസ് ആണെങ്കിൽ എല്ലാവർക്കും അറിയില്ല, സെമിസോൾ ട്രോപ്പിക്കൽ ഫോർമുലേഷൻ ആണ്. ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിൽ ഐസോപ്രോപ്പൈൽ മെസ്റ്റേറ്റ്, ബെൻഡോൺ 38, ഈഥൈൽ ആൽക്കഹോൾ, സിർക്കോണിയം കോംപ്ലക്സ് ആൻഡ് സിലിക്കൺ പെർഫ്യൂം. ഇതാണ് ക്രീംസിനകത്ത് ഉണ്ടാവുന്ന നോർമൽ ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ ഇനി നമ്മൾ ഇത് നമുക്ക് നോർമൽ ക്രീം ഉണ്ടാക്കുവാണെങ്കിൽ എയറോസോളായി സ്റ്റിക്കായി ഇനി നമുക്ക് ക്രീം ടൈപ്പിൽ നമുക്ക് ആൻറ്റി പേഴ്സ്പെറൻ്റ് ഉണ്ട്, അതിനകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇത് പറഞ്ഞത്. സോ കൺഫ്യൂസ്ഡ് ആയി പോകണ്ട, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി പ്രിൻസിപ്പിൾ ഫോർ ഫോർമുലേഷൻ ആൻഡ് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഹെയർ കെയർ പ്രൊഡക്ട്സ്. നമുക്ക് തലയിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. തലയിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് ബേസിക്കലി ഹെയർ കെയറും ആൻഡ് ഹെയർ ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഷാംപൂ, കണ്ടീഷണർ, ഓയിൽസ്, ഡൈസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് ഹെയർ കെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ ബ്യൂട്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഷാംപൂ ആണെങ്കിൽ ഒരു സർഫാക്റ്റൻ ബേസ്ഡ് പ്രിപ്പറേഷൻ ആണ്. നമ്മുടെ തലയിലെ ഡേർട്ട്, ഓയില്, ഡെബ്രിസ് ഒക്കെ ഒഴിവാക്കി കളയുക, അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാനൊന്നും പാടില്ല. സോ ഒരു ഷാംപൂ അല്ലെങ്കിൽ ഒരു ഹെയർ കെയർ പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കണം? ഗുഡ് ഫോം ഉണ്ടായിരിക്കണം, പെട്ടെന്ന് കഴുകിക്കളയാൻ പാടില്ല, നല്ല മണം ഉണ്ടായിരിക്കണം, നമ്മുടെ കണ്ണിന് ഇറിറ്റൻസ് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എന്തായാലും കുളിക്കുമ്പോൾ നമ്മുടെ കണ്ണിലേക്കൊക്കെ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു കാരണവശാലും കണ്ണിനൊന്നും ബാധിക്കാനായിട്ട് പാടില്ല. ഡേർട്ടും ഗ്രീസും ഒക്കെ ഒഴിവാക്കി കളയണം. ഷാംപൂ തന്നെ പൗഡർ ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ലോഷൻ ഉണ്ട്, ക്രീം ഉണ്ട്, കണ്ടീഷനിങ് ഷാംപൂ ഉണ്ട്, ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ഉണ്ട്, ബേബി ഷാംപൂ ഉണ്ട്. ഇത്രയും ഷാംപൂ ടൈപ്പ് പഠിക്കുക. പൗഡർ, ലിക്വിഡ്, ലോഷൻ, ക്രീം, കണ്ടീഷനിങ്, ആൻറ്റി ഡാൻഡ്രഫ് ആൻഡ് ബേബി ഷാംപൂ. ഇതിൽ തന്നെ മെഡിക്കേറ്റഡ് ഉണ്ട് കേട്ടോ. സോ സർഫാക്റ്റൻസ് ആണെങ്കിൽ ആനിയോണിക് ഉണ്ട്, നോൺ അയോണിക് ഉണ്ട്, ആംഫോട്ടറിക് ഉണ്ട്. ആനിയോണിക് ആണെങ്കിൽ സ്ട്രോങ് ക്ലെൻസർ ആണ്, ലോറിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്. ചില ഷാമ്പൂ കഴിയുമ്പോൾ നമ്മുടെ മുടിക്ക് ഭയങ്കര ഡ്രൈ ആവും, സ്കാൽപ്പിൽ നിന്നൊക്കെ എല്ലാ അഴുക്കും പോയിട്ടുണ്ടായിരിക്കും, അതൊക്കെ ആനിയോണിക് ആയിരിക്കും. നോൺ അയോണിക് ആണെങ്കിൽ മൈൽഡ്, ലെസ് ഫോമി, അതായത് സോർബിറ്റോൾ എസ്റ്റേഴ്സും ട്വീൻസും ഉപയോഗിക്കുന്നതാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ മൈൽഡ് ആയിരിക്കും, വലിയ കുഴപ്പമില്ല, മുടിക്ക് ഇച്ചിരി ആ ഒരു നാച്ചുറലി ആ ഒരു ഫ്ലോലെസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇനി ആംഫോട്ടറിക് ആണ്, ബോത്ത് പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് രണ്ടും ഉണ്ടായിരിക്കും. കണ്ടീഷനൊക്കെ ഉപയോഗിക്കത്തില്ല, അതിനുവേണ്ടിയാണ്. അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് ആണ് കൂടുതൽ ഉപയോഗിക്കുക. ഇനി കണ്ടീഷനിങ് ഏജന്റ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ലസ്റ്റർ കീപ്പ് ചെയ്യാനും അല്ലെങ്കിൽ മാനേജബിലിറ്റി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് കണ്ടീഷനിങ് ഏജന്റ് യൂസ് ചെയ്യുന്നത്. ലലോണിക്, മിനറൽ ഓയിൽ, ഹെർബൽ എക്സ്ട്രാക്ട്സ് ഒക്കെ ആയിരിക്കും. ഇനി വിസ്കോസിറ്റി മോഡിഫയേഴ്സ് ഉണ്ട്, നമുക്ക് ആ ഒരു തിക്നെസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇലക്ട്രോലൈറ്റ്സ് ലൈക്ക് സോഡിയം ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഗംസ് ലൈക്ക് ഗം ട്രകകാന്ത്, ആൽജിനേറ്റ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് സെല്ലോസ് ഡെറിവേറ്റീവ് ആണെങ്കിൽ HEC, HPC ആണ് ഉപയോഗിക്കുക കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാം കാണാതെ പഠിക്കുക, ബിക്കോസ് എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വന്നേക്കാം. ആൻഡ് ഒപ്പാസിഫൈങ് ആൻഡ് ക്ലാരിഫൈങ് ഏജൻസ് ഉണ്ട്. സ്റ്റീറൽ ആൽക്കഹോൾ, പ്രൊപ്പൈൽ ഗ്ലൈക്കോൺ ആണ്. പ്രിസർവേറ്റീവ് നമുക്ക് അറിയാമല്ലോ, ബാക്ടീരിയൽ ഗ്രോത്ത് ഒഴിവാക്കുക. ഈ ഷാംപൂ, കണ്ടീഷണറിലൊക്കെ പെട്ടെന്ന് ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാകും. ആൻഡ് ഫോമാൽഡിഹൈഡ്, പാരബീൻ ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. പെർഫ്യൂംസ് ആണെങ്കിൽ ഉറപ്പായിട്ടും കോമ്പാക്റ്റബിൾ ആയിരിക്കണം ആൻഡ് സോലുബിളും ആയിരിക്കണം എന്നുള്ളതാണ് കാര്യം. ചിലതൊക്കെ ഇങ്ങനെ മാറി ലെയർ ആയിട്ട് നിൽക്കും, അങ്ങനെയൊന്നും പാടില്ല. അതിൻ്റെ കണ്ടീഷനിങ് ഷാമ്പൂ ആണ്, നമ്മൾ ക്ലെൻസിങ്ങിനും കണ്ടീഷനും ഉപയോഗിക്കുന്നതാണ് കണ്ടീഷനിങ് ഷാമ്പൂ. ആ ഒരു ഗ്ലോസ് കിട്ടുക, മാനേജബിൾ ആയിരിക്കുക, സ്റ്റാറ്റിക് കൺട്രോൾ കിട്ടുക, നമുക്ക് മുടിയൊക്കെ കോതി വെക്കാനൊക്കെ എളുപ്പമുണ്ടായിരിക്കണം. സോ സ്റ്റീറൽ ഡൈമീഥൈൽ ബെൻസിൽ അമോണിയം ക്ലോറൈഡ് 5.5%, എത്തിലിൻ ഗ്ലൈക്കോൾ മോണോസ്റ്റർ 2%, സീറ്റൽ ആൽക്കഹോൾ 2.5%, വാട്ടർ, പെർഫ്യൂം, പ്രിസർവേറ്റീവ് നമുക്ക് 100% QS up to ആണ്, ക്വാണ്ടിറ്റി സഫീഷ്യൻ്റ് ആണ്. ഇനി ഹെയർ കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം കാറ്റോണിക് സർഫാക്റ്റൻ ഉണ്ട്, സ്റ്റീറൽ കോണിയം ക്ലോറൈഡ് ആണ്. ആൻഡ് ലിപ്പോഫിലിക് കണ്ടീഷണർ ഉണ്ട്, സീറ്റിൽ ആൽക്കഹോൾ, സീറ്റിൽ ആൽക്കഹോളും സ്റ്റെറിൽ ആൽക്കഹോളുമാണ് നമ്മൾ നോർമലി ഉപയോഗിക്കുക. ആൻഡ് പോളിമേഴ്സിൽ തന്നെയുണ്ട് ഹൈഡ്രോക്സി ഇഥൈൽ സെല്ലോസ് ആൻഡ് VP കോപോളിമേഴ്സും ആൻഡ് സിലിക്കോൺസിൽ ഡൈമെത്തിക്കോണുമാണ്. ഇത് എളുപ്പമാണ്. ജസ്റ്റ് ഹെയർ കണ്ടീഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇതിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നതാണ്, അതിൻ്റെ യൂസ് എങ്ങനെയാണ്. പക്ഷേ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി പാട് വരിക. സോ കാറ്റോണിക് സർഫാക്റ്റൻ, ലിപ്പോഫിലിക് കണ്ടീഷണേഴ്സ് ആൻഡ് പോളിമേഴ്സ് ആൻഡ് സിലിക്കോൺസ് ആയിരിക്കും. ഇനി ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ആണ്. ജസ്റ്റ് ഡാൻഡ്രഫ് എന്താണ്, ഫ്ലേക്കി സ്കാൽപ്പാണ്. ഒന്നെങ്കിൽ ഡ്രൈ സ്കിൻ കാരണം വരാം, അല്ലെങ്കിൽ സെബോറി ആയിരിക്കാം, അല്ലെങ്കിൽ ഫംഗസ് ആയിരിക്കാം, അല്ലെങ്കിൽ സോറിയാസിസ് ആയിരിക്കാം. മിക്കവാറും കോമൺ കേസ് ഡ്രൈ സ്കിന്നാണ് എല്ലാവർക്കും വരേണ്ടാവുക, പക്ഷേ അതെല്ലാവരും അതൊരു മെഡിക്കൽ കണ്ടീഷനായിട്ട് കാണാറുണ്ട്. സോ ഇൻഗ്രീഡിയൻറ്റ് സെലീനിയം സൾഫൈഡ്, ബെൻറ്റോനൈറ്റ്, SLS, വാട്ടർ, പെർഫ്യൂം, പ്രിസർവേറ്റീവ് ആണ്. സോ സെലീനിയം സൾഫൈഡ് ആണ് ഏറ്റവും കൂടുതൽ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂലൊക്കെ മിക്കവാറും കാണാറുള്ളത്. ഇവാലുവേറ്റ് ചെയ്യുന്ന സോൾട്ട് കണ്ടന്റ് ആണ് നമ്മൾ ഡ്രൈ ചെയ്യുന്നതിന് മുന്നേയും ശേഷം നമ്മൾ നോക്കും വേരിയേഷൻ ഉണ്ടോ എന്നുള്ളത്. pH ആണെങ്കിൽ 10% സൊല്യൂഷൻ എടുത്തിട്ട് pH മീറ്റർ നോക്കിയിട്ട് pH നമ്മൾ നോക്കുവാണ് ചെയ്യുക. വിസ്കോസിറ്റി ആണെങ്കിൽ ബ്രോക്ക്ഫൈഡ് വിസ്കോമീറ്റർ വെച്ച് നമ്മൾ നോക്കും. സ്കിൻ ഇറിറ്റൻ്റ് ആണെങ്കിൽ നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കും. റാബിറ്റ്സിലെ 8 to 10% ഡൈലൂട്ട് സൊല്യൂഷൻ ആക്കിയിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്യും.
ചെയ്യും. ക്ലീനിങ് ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഗ്രീസി വൂൾ ലിയാണിൻ ഷാംപൂ സൊല്യൂഷൻ. സോ നമ്മൾ ഭയങ്കര ഗ്രീസി ആക്കിയിട്ടുള്ള ഒരു വൂൾ എടുത്തിട്ട് നമ്മൾ ഷാംപൂ സൊല്യൂഷൻ മുക്കി വെക്കുക. എത്രത്തോളം അതിൽ ഗ്രീസ് പോകുന്നുണ്ടില്ല നമ്മൾ നോക്കും. ഇനി ഐ ഇറിറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ 1% സൊല്യൂഷൻ നിന്നും ആനിമലിൻ്റെ കണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഇറിറ്റേഷൻ ഉണ്ടോ ഇല്ല നമ്മൾ ചെക്ക് ചെയ്യും. ഇതാണ് എന്ത് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ. എളുപ്പമാണ്. ഇനി നമ്മൾ നോക്കുന്ന ഹെയർ ഓയിൽസ് ആണ്. നമ്മുടെ തലയുടെ ആ ഒരു ന്യൂട്രീഷനും അല്ലെങ്കിൽ ഗ്രോത്ത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ലസ്റ്റർ, സോഫ്റ്റ്നെസ്, ഗ്രോത്ത്, അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു ബ്രെയിനൊക്കെ കൂൾ ചെയ്ത് വെക്കുക, നോൺ സ്റ്റിക്കി ആയിരിക്കും. സോ നമുക്ക് ഹെയർ ഫോംസ് നിങ്ങൾക്ക് എങ്ങനെയാണ് എഴുതാം കേട്ടോ, അത് കുഴപ്പമില്ല. ഒരു എണ്ണ കാച്ചുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ആലോവേറ, തുളസി, ഹിബിസ്കസ്, ഷിക്കാക്കി, കോക്കനട്ട് ഓയിൽ, ആൽമണ്ട് ഓയിൽ, മെത്തി, ജാസ്മിൻ, ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ക്വാണ്ടിറ്റി നമുക്ക് എഴുതി വെക്കാം. 100 ആക്കി എടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എഴുതുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അപ്പോൾ സ്കാൽപ്പ് ഹെൽത്ത്, ആൻറ്റി ബാക്ടീരിയൽ പ്രിവെൻറ്റ് ഗ്രീയിങ്, ആൻറ്റി ഡാൻഡ്രഫ്, മോയ്സ്ചറൈസിങ്, സ്ട്രെങ്തനിങ് ഹെയർ ഗ്രോത്ത്, ഫ്രാഗ്രൻസ് എന്ന രീതിയിലാണ് ഇതിനകത്ത് ഓരോന്നിനും റോൾ ഉള്ളത് കേട്ടോ. സോ മേത്തിക്കൊക്കെ ഹെയർ ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക എങ്ങനെയാണ് ഓരോ കണ്ടന്റ് എഴുതാൻ പറ്റും. പക്ഷേ 100% ആക്കി നിർത്തണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂ തെറ്റിലും വലിയ കുഴപ്പമൊന്നുമല്ല കേട്ടോ. സോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഹെർബ്സ് എല്ലാം കൂടെ ഗ്രൈൻഡ് ചെയ്യുക, ബോയിൽ ചെയ്യുക, ഫിൽറ്റർ ചെയ്യുക, ആൻഡ് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുക, പെർഫ്യൂം ആഡ് ചെയ്യുക, ആൻഡ് ഒരു ആംബർ ബോട്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക. സൂര്യപ്രകാശം ഒന്നും അടിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ആംബർ ബോട്ടിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഹെയർ ഓയിൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം. സോ നമുക്ക് സെൻസിറ്റീവ് ടെസ്റ്റ് വെക്കാം. നമ്മൾ അപ്ലൈ ഓൺ സ്കിൻ അണ്ടർ സൺലൈറ്റ്. സൺലൈറ്റിൽ വെച്ചിട്ട് നമ്മൾ വന്നിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ആസിഡ് വാല്യൂ ചെയ്യാം. ഓയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈട്രേറ്റ് ചെയ്ത് ഈതർ മിക്സ് വിത്ത് KOH ചെയ്ത് നമുക്ക് ആസിഡ് വാല്യൂ ചെക്ക് ചെയ്യാം. നമുക്ക് ഓൾറെഡി അറിയാമല്ലോ ആസിഡ് വാല്യൂ നോക്കാൻ. ആൻഡ് സഫോണിഫിക്കേഷൻ വാല്യൂ ആണെങ്കിലോ ആൽക്കോളിക് KOH പ്ലസ് ടൈട്രിൻ വിത്ത് HCl. pH ആണെങ്കിൽ നമുക്ക് ഡിജിറ്റൽ pH മീറ്റർ വെച്ച് നോക്കാം. വിസ്കോസിറ്റി ആണെങ്കിൽ ഓസ്ഫോൾ വിസ്കോമീറ്റർ, സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർഡ് ബൈ SG ബോട്ടിൽ മെത്തേഡ്. സോ ഇങ്ങനെ ഇവാലുവേഷൻ മെത്തേഡായിട്ട് എടുത്ത് ചോദിക്കാൻ ചാൻസ് കുറവാണ്. പക്ഷെ എന്നാൽ നിങ്ങൾ ഓരോന്നായിട്ട് നോക്കി വെക്കുക കേട്ടോ. ഇനി ഹെയർ ഡൈ ആണ്. നമുക്ക് എന്തിനാണ് ഹെയർ ഡൈ ഉപയോഗിക്കുന്നത്? പാരാഫിനൈൽ ഡൈ അമൈൻ ആണ്, PPD ആണ്. നമ്മുടെ ജസ്റ്റ് കളർ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. പെർമനൻറ്റും ഉണ്ട്, ടെമ്പററിയും ഉണ്ട്. സോ നമുക്ക് നമ്മുടെ കളർ ഹെയറിൽ നമ്മളെ കളർ ചെയ്യുന്നത് എന്താണ്, പെർമനൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഡാമേജ് ഉണ്ടാകാൻ പാടില്ല, ടോക്സിറ്റി ഉണ്ടാകാൻ പാടില്ല. കളർ സ്റ്റേബിൾ ആയിരിക്കണം. അത് മാത്രമല്ല നമ്മുടെ ഹെയർ ടെക്സ്ചറിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് പാടില്ല. PPD എന്ന് വെച്ചാൽ അറോമാറ്റിക് അമൈൻ വൈറ്റ് ക്രിസ്റ്റൽ പൗഡറാണ്. പെർമനന്റ് ആൻഡ് നാച്ചുറൽ ലുക്ക് ഡൈ ആയിട്ട് നമുക്ക് തരുവാണ് ചെയ്യാം. നമുക്ക് ഷാമ്പൂ ചെയ്ത് കഴിഞ്ഞാലും ആ കളർ അവിടെ തന്നെ ഉണ്ടായിരിക്കും, ഒരു മാറ്റം ഉണ്ടാവില്ല. ടെമ്പററി ആണെങ്കിൽ നമുക്ക് റിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്പ്രേ ചെയ്യാൻ പറ്റുന്നുണ്ട്, ജെല്ലുണ്ട്. നമുക്ക് ജസ്റ്റ് ടെമ്പററി ആയിട്ട് ഇപ്പോൾ ഇന്ന് പോകണം, ജസ്റ്റ് കളർ അടിക്കണം, ആ ഒരു പരിപാടിയാണ്. അപ്പം ഒരിക്കലും നമ്മുടെ കോട്ടക്സിലേക്ക് പെൻട്രേറ്റ് ചെയ്യില്ല, മെഡിലേക്കൊന്നും പെൻട്രേറ്റ് ചെയ്യില്ല. നമ്മൾ ഷാമ്പൂ വെച്ച് കഴുകുമ്പോഴത്തേക്ക് അത് എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും പോയിട്ടുണ്ടായിരിക്കണം. ഇനി ഹെയർ ക്രയോൺ ഫോർമുലേഷൻസ് ആണ്. അതിൽ ട്രൈഎഥനോൾ അമൈന്, pH സ്റ്റെബിലൈസർ ആണ്, ആൻഡ് ഗ്ലിസറോൾ മോണോലുറേറ്റ് എമൽസിഫയർ ആണ്. ഗം ട്രഗാന്താണ് തിക്കനിങ് കൊടുക്കുന്നത്. സ്റ്റീറിക് ആസിഡ് ബേസ്, ബീസ് വാക്സ് ഒക്കെ ആണെങ്കിൽ വാക്സ് ആണ്. കളർ ആണെങ്കിൽ പിഗ്മെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ഇതിനകത്ത് മെയിൻ കണ്ടന്റ് വേണ്ടത് കളറാണ്. പക്ഷെ അതിനെ സ്റ്റേബിലൈസ് ചെയ്യാനും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ബാക്കിയുള്ള കണ്ടന്റ്സുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ കയ്യിൽ നിന്നിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ആ ഒരു ഇത്രയും ഐഡിയാസ്, ഞാൻ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായി ആ പേപ്പറിൽ വരണം എന്നുള്ളതാണ് കേട്ടോ. ഇനി ഓറൽ കെയർ പ്രൊഡക്ട്സ് ആണ്. അറിയാമല്ലോ, ഓറൽ ക്യാവിറ്റി, ഫ്രഷ് ബ്രെത്ത് കൊടുക്കാൻ വേണ്ടി ഓറൽ ഹൈജീനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഓറൽ കെയർ പ്രൊഡക്ട്സ്. അതിൽ ഫസ്റ്റ് വൺ ഇസ് ടൂത്ത് പേസ്റ്റ് ആണ്. ടൂത്ത് പേസ്റ്റ് ഒരു ഡെൻറ്റിഫ്രൈസ് ആണ്. സോ പേസ്റ്റ് ആയിട്ടോ ജെല്ലായിട്ടോ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ടൂത്ത് ബ്രഷിൽ ഉപയോഗിക്കുന്നു, നന്നായിട്ട് പോളിഷ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടാവുക. നമ്മുടെ ഫുഡൊക്കെ ഒഴിവാക്കുക, അല്ലെങ്കിൽ സ്റ്റെയിൻസ് ഒഴിവാക്കുക, അത് നമ്മുടെ പല്ലിരിക്കുന്ന ആ ഡെബ്രിസ് ഒക്കെ ഒഴിവാക്കി കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ അബ്രസീവ് ഏജൻറ്റ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. സോ അത് നമ്മൾ കാൽഷ്യം കാർബണേറ്റോ അല്ലെങ്കിൽ ഡൈബേഴ്സിക് കാൽഷ്യം ഫോസ്ഫേറ്റോ അല്ലെങ്കിൽ ട്രൈ കാൽഷ്യം ഫോസ്ഫേറ്റോ ഒക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. നമ്മുടെ പല്ല് അഴുക്ക് ഒഴിവാക്കുക, അവർ തിളക്കം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഡിറ്റർജൻറ്റ് ആൻഡ് ഫോമിംഗ് ഏജന്റ് ആണ്. എന്താ ചെയ്യുന്നത്? ലോവറിങ് സർഫസ് ടെൻഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹെൽപ്പ് ക്ലൻസ് ബൈ ലോവർ സർഫസ് ടെൻഷൻ. നമ്മൾ ലോവർ സർഫസ് ടെൻഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പല്ല് നന്നായിട്ട് വൃത്തിയാക്കുന്നത്. ഐഡിങ് ഇൻ ഡെബ്രിസ് റിമൂവൽ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബ്രിസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഡിറ്റർജൻറ്റും ഫോമിംഗ് ഏജന്റ്. ഒരു പത ഉണ്ടാക്കുക. നമ്മുടെ മലയാളികൾക്കൊക്കെ ആണെങ്കിൽ പത ഇല്ല എന്നുണ്ടെങ്കിൽ പേസ്റ്റ് അല്ല എന്ന് പറയുന്ന പോലെ. പക്ഷേ എന്താണ്, പണ്ട് ഉമിക്കിരി തേക്കുമ്പോൾ പതയും ഇല്ല, ഒന്നുമില്ല, അത്രയേ ഉള്ളൂ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോഡിയം ലൊറൽ സൾഫേറ്റ്, മെഗ്നീഷ്യം ലൊറൽ സൾഫേറ്റ്, സോഡിയം ലൊറൽ സാർക്കോസനേറ്റ് ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. പറ്റുവാണെങ്കിൽ എല്ലാ എക്സാമ്പിളും പഠിച്ചു തന്നെ വെക്കുക. ബിക്കോസ് നമുക്ക് ഈ നോട്ടിൽ നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന വളരെ കുറവാണ്.
അപ്പോൾ എല്ലാ എക്സാമ്പിളും പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാംകാർ പഠിക്കുമ്പം ശ്രദ്ധിക്കുക, എല്ലാം പഠിക്കുക. ഹ്യൂമാക്റ്റിൻസ് ആണെങ്കിൽ ഡ്രൈയിങ് ഒഴിവാക്കുക ആൻഡ് പ്ലാസ്റ്റിസിറ്റി ഇമ്പാർട്ട് ആക്കുക എന്നുള്ളതാണ്. ഗ്ലിസറിൻ, പ്രൊപ്പൽ ഗ്ലൈക്കോൾ ആൻഡ് സോർബിറ്റോൾ ആണ്. നെക്സ്റ്റ് വൺ ഈസ് ബൈൻഡിങ് ഏജന്റ് ആണ്. പ്രിവെന്റ് സെപ്പറേഷൻ ഓഫ് സോൾട്ട് ആൻഡ് ലിക്വിഡ് ഫേസ്. സോ സോൾട്ട് ഫേസിൻ്റെയും ലിക്വിഡ് ഫേസിൻ്റെയും സെപ്പറേഷനെ പ്രിവെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം നമുക്കിവിടെ സോൾട്ടും ലിക്വിഡും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും, അത് രണ്ടും ഒഴിവാക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് എക്സാമ്പിൾ ആണ് നാച്ചുറൽ ഗം, സെല്ലോസ് ഡെറിവേറ്റീവ്, സ്റ്റാർച്ച് ഏതേഴ്സ്, സിന്തറ്റിക് റെസൻസ് ഒക്കെയാണ് ഇവിടെ എക്സാമ്പിൾസ് വരുന്നത്. ഈ സ്വീറ്റനിങ് ആൻഡ് ഫ്ലേവറിങ് ഏജന്റ് ആണ്. ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുക ആൻഡ് അക്സെപ്റ്റൻസ് നമുക്ക് വരിക, നമുക്ക് രുചി വരിക. കാര്യം നമുക്ക് കയ്പാണെങ്കിൽ നമ്മൾ പല്ലിക്കോ ഇല്ല അല്ലെ, ഇത് രുചി വേണ്ടേ, മധുരമൊക്കെ വേണ്ടായോ, അതുകൊണ്ടാണ് കേട്ടോ. സോ സാക്കർഡ്, സോഡിയവും പെർപ്പർമെന്റ് ഒക്കെയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. കെയർവേ, അനീസ്, യൂക്കാലിപ്റ്റസ് ഒക്കെ ഉപയോഗിക്കുന്നത് ഒരു മണം കിട്ടാനും ആ രുചി കിട്ടാൻ വേണ്ടിയിട്ടുമാണ്. ഇനി മൈനർ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ടൈറ്റാനിയം ഡയോക്സൈഡ് ഒരു വൈറ്റനിങ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ pH റെഗുലേറ്റേഴ്സ്, സെല്ലോസ് ഈത്തേഴ്സ് ആൻഡ് ബൈൻഡർ അല്ലെങ്കിൽ തിക്നെസ് ഉപയോഗിക്കാറുണ്ട്. സോ നമുക്ക് ഫോർമുലേഷൻ ഉണ്ട്. കാൽഷ്യം കാർബണേറ്റ്, ഗ്ലിസറിൻ, ട്രോക്കക്കാൻ പൗഡർ, സോഡിയം ലൗറൽ സൾഫേറ്റ്, സാക്കറിൻ, പെപ്പർമെന്റ് ഓയിൽ, മീഥൈൽ പാരബിൻ ആൻഡ് പ്രൊപ്പൽ പാരബിൻ ആൻഡ് വാട്ടർ. ഇത്രയുമാണുള്ളത്. നിർബന്ധമായും ഇൻഗ്രീഡിയൻസ് പഠിച്ചേ പറ്റൂ, ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. സോ ഇനി പ്രൊസീജിയർ പറയാം. ഹീറ്റ് ഹാഫ് ഓഫ് ദ വാട്ടർ. നമ്മൾ എന്ത് ചെയ്യുക, പകുതി വെള്ളം ചൂടാക്കി വെച്ച് ട്രോക്കകാന്ത് ആഡ് ചെയ്യുക, ജെല്ലാക്കി എടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഗ്ലിസറിൻ ആഡ് ചെയ്യുക, SLS ആഡ് ചെയ്യുക ആൻഡ് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുക, സാക്കറിൻ ആഡ് ചെയ്യുക, കാൽഷ്യം കാർബണേറ്റ് ആഡ് ചെയ്ത് മോട്ടറും ബെസിലായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ആദ്യം ചൂടാക്കിയെല്ലാം വെച്ചു. SLSും പ്രിസർവേറ്റീവ്സും റിമൈനിങ് വാട്ടറിൽ ആഡ് ചെയ്തു. സാക്കറിനും കാൽഷ്യം കാർബണേറ്റും മോട്ടറിലും ബെസിലും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ട്രോക്കക്കാൻ ജെല്ലും ഗ്ലിസറിനും ഒരുമിച്ച് മിക്സ് ചെയ്യുക, യൂണിഫോം പേസ്റ്റ് ആക്കുക, ഫ്ലേവറിംഗ് ഏജന്റ് ആഡ് ചെയ്യുക, മിക്സ് ചെയ്യുക, ട്യൂബിനകത്താക്കുക, സീൽ ചെയ്യുക, ലേബിൾ ചെയ്യുക, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നമുക്ക് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുക? ചില സ്ക്വീസ് ടെസ്റ്റ് ആണ്. ഫസ്റ്റ് 15 to 20 സെൻറ്റിമീറ്റർ ഓഫ് പേസ്റ്റ് ഓൺ ടു ബട്ടർ പേപ്പർ. നമ്മൾ ബട്ടർ പേപ്പർ സ്ക്യൂസ് ചെയ്യും. അപ്പോൾ 15 മുതൽ 20 സെൻറ്റിമീറ്റർ ഓഫ് പേസ്റ്റ് നമുക്ക് ആ ഒറ്റ സ്ക്യൂസിൽ വരണം, അപ്രോക്സിമേറ്റ് വരണം എന്നാണ് കേട്ടോ. ആൻഡ് ചെക്ക് ഓൺ ഹാർഡ് ഓർ ഷാർപ്പ് അബ്രസീവ് പാർട്ടിക്കിൾസ്. അതായത് അബ്രസീവ് പാർട്ടിക്കിൾസ് ഷാർപ്പായിട്ടുള്ളതുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നെക്സ്റ്റ് വൺ ഈസ് ഡിറ്റർമിനേഷൻ ഓഫ് സ്പ്രെഡബിലിറ്റി ആണ്. പ്രോപ്പർ സ്പ്രെഡ് ആവുന്നുണ്ട്. നമ്മൾ ആ ഒരു ബ്രഷിലൊക്കെ നമ്മൾ തേക്കുമല്ലേ ചെയ്യുന്നത്, അപ്പോൾ സ്പ്രെഡ് ആവുന്നില്ല നമുക്ക് അറിയണ്ടേ. സോ 1 gram ഓഫ് പേസ്റ്റ് 2 ഗ്ലാസ് പ്ലേറ്റിന് ഇടയിൽ വെക്കുക. 2 kg വെയിറ്റ് നമ്മൾ വെക്കുക, മെഷർ ചെയ്ത് നോക്കുക. 30 മിനിറ്റ് നമ്മൾ വെച്ചതിന് ശേഷം ഡയമീറ്റർ നമ്മൾ മെഷർ ചെയ്ത് നോക്കുക. ഇത് 3 പ്രാവശ്യം നോക്കുക. ആവറേജ് ഡയമീറ്റർ സെയിം ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. എളുപ്പമാണ്, ഒന്നുമില്ല, നമുക്കൊരു ഐഡിയ ഇട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഇനി എങ്ങനെയാണ് ഫൈനസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? 10 ഗ്രാം പേസ്റ്റും 50 ml വെള്ളം എടുക്കുക. നന്നായിട്ട് 30 മിനിറ്റ് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അതിനുശേഷം 180 μmc പാസ് ചെയ്ത് വിടുക. എന്നിട്ട് ഡ്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. പെർസെൻറ്റ് റെസിഡ്യൽ മാസ് നോക്കുന്നത് മാസ് ഓഫ് റെസിഡ്യൽ ബൈ ഇനിഷ്യൽ മാസ് നോക്കുക, ഇൻറ്റു 100 നോക്കുക. എന്നിട്ട് എത്രത്തോളം റെസിഡ്യൂ ചെയ്തു എന്ന് നോക്കുക. അതനുസരിച്ച് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട്. എന്നിട്ട് നമ്മൾ ഫൈനസ് നമ്മൾ തീരുമാനിക്കുകയാണ് ചെയ്യുക. ഇനി ഡിറ്റർമിനേഷൻ ഓഫ് pH ആണ്. 10 ഗ്രാം ഓഫ് പേസ്റ്റും 10 ml ബോയിൽ ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ ബോയിൽ ചെയ്യണം കേട്ടോ. അതാണ് തണുപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിർ ടു മേക്ക് സസ്പെൻഷൻ ആക്കി എടുക്കുക. എന്നിട്ട് pH മീറ്റർ വെച്ച് നമ്മൾ മെഷർ ചെയ്യുക. അങ്ങനെ pH അറിയാം. സോ pH ഒക്കെ എളുപ്പമാണ്, നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ഇടാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഫൈനസ് അല്ലെങ്കിൽ സ്പ്രെഡബിലിറ്റി ഇതിൻ്റെയൊക്കെ വാല്യൂ നോക്കി വെക്കുക, ബിക്കോസ് നിങ്ങൾ മറന്നുപോകും. ഇനി ഡിറ്റർമിനേഷൻ ഓഫ് ഫോമിംഗ് പൗഡർ ആണ്. 5 ഗ്രാം പേസ്റ്റ് എടുക്കുക, 10 ml വെള്ളം, 30 മിനിറ്റ് സ്റ്റാൻഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് 250 ml സിലിണ്ടറിലേക്ക് മാറ്റി വെക്കുക, 50 ml ആക്കി മാറ്റിയെടുക്കുക. 12 പ്രാവശ്യം നിങ്ങൾ ഷേക്ക് ചെയ്യുക, 5 മിനിറ്റ് മാറ്റി വെക്കുക. എന്നിട്ട് ഫോം ചെക്ക് ചെയ്യുക. V1 - V2 ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം എത്രത്തോളം ഫോം ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിത് ഫോമിംഗ് ഏജൻ്റൊക്കെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ഫോം ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്ന ഒരു സാമ്പിൾ ടൂത്ത് പേസ്റ്റ് ഫോർമുലേഷൻ ആണ്. പൊട്ടാസ്യം നൈട്രേറ്റ്, ഗ്ലിസറീന്, പോളി ഓക്സി എഥിനിൽ സോർബിറ്റോൾ മോണോലുറേറ്റ്, സിലിക്ക, സോഡിയം സാക്കറിൻ, വാട്ടർ. ഇത് നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. എന്തായാലും പഠിക്കുക, കഴിഞ്ഞിട്ട് എഴുതാൻ നിൽക്കരുത്, ബിക്കോസ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻസിൽ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പഠിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഇതിനു മുന്നേ പഠിച്ച കാര്യം. പക്ഷേ ടൂത്ത് പേസ്റ്റ് ഒന്നും അങ്ങനെ അധികം പഠിക്കാത്തത് കൊണ്ട് നമ്മൾ പഠിക്കുന്നത് ഹിമാലയ സെൻസിറ്റീവിൻ്റെ ഫോർമുലേഷൻ ആണ് കേട്ടോ. ഇങ്ങനെ തന്നെ വേണമെന്നില്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഠിക്കാം. ഇനി സെൻസുലൻ വൈറ്റനിങ് ആണെങ്കിൽ ഗ്ലിസറിൻ, സിലിക്ക, പ്രൊപ്പൽ ഗ്ലൈക്കോൾ, സോഡിയം കാർബണേറ്റ്, സിലിക്ക തിക്കനർ, SLS ആൻഡ് കളർ ആൻഡ് വാട്ടർ ആണ്. അത് സെൻസുലൻ വൈറ്റ് ബേസ്ഡ് ആണ്. ഏതെങ്കിലും ഒന്ന് പഠിക്കുക കേട്ടോ. ഇനി കോൾഗേറ്റ് വൈറ്റിൻ്റെ ഉണ്ട്. പ്രൊപ്പൽ ഗ്ലൈക്കോൾ, SLS, ഗ്ലിസറിൻ, സിലിക്ക, സോഡിയം സാക്കറിൻ, കളർ, വാട്ടർ. കോൾഗേറ്റ് വൈറ്റിൻ്റെ പഠിക്കാൻ എളുപ്പമാണ്. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക, സെൻസുലിനും കൂടെ പഠിക്കുക. ഇത് രണ്ടും പഠിക്കുമ്പോൾ ഏകദേശം ഒരുപോലെയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഹിമാലയും സെൻസുലിനും പഠിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും എഴുതി വെക്കുക. അങ്ങനെയെങ്കിലും ചെയ്ത് വെക്കുക കേട്ടോ.
ഇനി മൗത്ത് വാഷ് ആണ്. മൗത്ത് വാഷ് എന്താണ്? ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റ്, ആൽക്കഹോൾ, ഗ്ലിസറിൻ, സ്വീറ്റനിങ് ഏജൻ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് ഒരു മണം കിട്ടാം, വായിക്ക് ഒരു നാറ്റം ഉണ്ടാവാൻ പാടില്ല അല്ലേ. സോ ഓറൽ ഇൻഫെക്ഷൻ ഒഴിവാക്കുക, ബ്രെത്ത് നന്നാക്കുക, ഓറൽ ഹൈജീൻ നന്നാക്കുക എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട്, വാം വാട്ടർ എടുത്തിട്ട് ഡൈലൂട്ട് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുക. സോ സാമ്പിൾ ഫോർമുലേഷൻ ആണെങ്കിൽ സിങ്ക് സൾഫേറ്റ്, സിങ്ക് ക്ലോറൈഡ്, ഡൈലൂട്ട് HCl, കോമ്പൗണ്ട് ട്രാട്രസിൻ സൊല്യൂഷൻ, ക്ലോറോഫോം സൊല്യൂഷൻ, വാട്ടർ. ഇത്രയാണ്. സോ ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിങ്ക് ക്ലോറൈഡും ഡൈലൂട്ട് HCl 10 ml, സിങ്ക് സൾഫേറ്റ് 20 ml, ആൻഡ് ക്ലോറോഫോം ആണെങ്കിൽ 50 ml, വാട്ടർ ആണെങ്കിൽ അപ് ടു 100 ml ആണ്. ഇതും നിങ്ങൾ ഫോർമുലേറ്റ് ചെയ്ത് എഴുതുന്ന സമയത്ത് സൂക്ഷിച്ച് എഴുതുക. കാര്യം ഇവിടെയും തെറ്റാനായിട്ട് പാടില്ല. മൗത്ത് വാഷ് നമുക്ക് അങ്ങനെ അധികം ഒന്നും പഠിക്കാനില്ല, ബിക്കോസ് അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എങ്ങനെ എഴുതാം എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് എഴുതാം. ആദ്യം നിങ്ങൾ പറയാം സിങ്ക് ക്ലോറൈഡും പിന്നെ സിങ്ക് സൾഫേറ്റും നമ്മൾ ഡൈലൂട്ട് HCl നിന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മിക്സ് ചെയ്യുക. അതിനുശേഷം കോമ്പൗണ്ട് ട്രക്കാൻ സൊല്യൂഷനും ക്ലോറോഫോമും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യുക. പിന്നെ വെള്ളം ഒഴിച്ച് മേക്കപ്പ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഈ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് അങ്ങനെ ഒരു പ്രോപ്പർ സ്റ്റെപ്പ് ഇല്ല, എല്ലാം കൂടെ മിക്സ് ചെയ്യാന്നുള്ളതാണ് മൗത്ത് വാഷ് നമുക്ക് സ്റ്റെപ്പ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റെപ്പിൽ ഇങ്ങനെ പറഞ്ഞത്. ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളിങ്ങനെ എഴുതി വെക്കുക, ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് അധികം ഒന്നും അതിനകത്ത് പഠിക്കാനായിട്ടൊന്നും ഇല്ല കേട്ടോ. സോ ഒരു സിമ്പിൾ നോട്ടാണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അറിയാത്ത ഒരു കാര്യവും ഇല്ല. പിന്നെ നമുക്ക് ഫോർമുലേഷൻ പഠിക്കാൻ മാത്രമാണ് ഇച്ചിരി പ്രശ്നം വരുന്നത്, അതും കൂടെ നോക്കുക. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.